ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുളം വറ്റിച്ചപ്പോൾ കിട്ടിയ മീനുകളാണ് ഇതൊക്കെ. ഇതുകൊണ്ട് ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ? ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കിട്ടിയ മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മീൻ കറിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് സവാള, ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, കറിവേപ്പില, തേങ്ങ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇട്ടതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഏകദേശം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കണം. നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. വാളൻ പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഗ്രേവി ടൈപ്പ് ആകുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങയും കൂടെ അരച്ചൊഴിക്കാം. തേങ്ങ ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ഒരു തിള വന്നതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. കുളത്തുനിന്ന് പിടിച്ചതായതുകൊണ്ട് പലതരം മീനുകളുണ്ട് കേട്ടോ. മൊയ്യ് അങ്ങനത്തെയൊക്കെ മീനുകളുണ്ട്. ഇതൊന്ന് അടച്ചു വയ്ക്കാം. മീൻ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു നാടൻ മീൻ കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലാസ്റ്റ് 2 കറിവേപ്പില തണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.